ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. കാര്യം ആ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു ബോറടി വരണ്ടെന്ന് വെച്ചിട്ടാണ് അത്യാവശ്യം അത് കേട്ടാൽ മനസ്സിലാവും എന്നുള്ളവർക്ക് അത് കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ കൂടെ അതങ്ങ് പറഞ്ഞു വിട്ടത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ്? എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് ഫംഗ്ഷൻ ഷോ ദാറ്റ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ മോഡ് എഫ് ഓഫ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ അറിയേണ്ടത് ഫസ്റ്റ് എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് അറിയണം. എഫ് ഓഫ് ഇസഡ് എന്താണ്? യു പ്ലസ് ഐ വി ആണ്. മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോഡ് എന്ത് വാല്യൂ വന്നാലും അതേ ഉള്ളൂ, റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. രണ്ട് സ്ഥലത്തും ഞാൻ സ്ക്വയർ എടുത്തു. അപ്പോൾ ഇവിടെ സ്ക്വയർ വന്നു, ഇവിടെ റൂട്ട് പോയി. അതാണ് ഈ എഴുതിയേക്കുന്നത്. ദെൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതുന്നു, എൽ എച്ച് എസ് മാത്രം. ദെൻ ഈ എഫ് ഡാഷ് ഓഫ് ഇസഡ് അകത്ത് കൊടുക്കുന്നു, മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ്. അതാണ് ഇത് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്തുവാണ്? ഈ മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നു. നോക്കിയേ, ഞാനിവിടെ എക്സിൽ 1 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഇവിടെ ഞാൻ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. അപ്പോൾ സാധാരണ ഞാൻ പറയും വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ ഏതാണോ അതല്ലാതെ വരുന്നതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ യുവും വിയും കോൺസ്റ്റൻ്റ് അല്ലേ? അല്ല. കാരണം യുവും വിയുടെയും അകത്ത് ആരുണ്ട്? എക്സും വൈയും ഉണ്ട്. ഇപ്പോൾ ഇസഡ് സ്ക്വയർ എന്ന് എഴുതി ഇസഡ് സ്ക്വയറിൻ്റെ റിയൽ പാർട്ട് ആരാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. അപ്പോൾ റിയൽ പാർട്ടിനകത്ത് നോക്കി എക്സും വൈയും ഉണ്ട്, ഇമാജിനറി പാർട്ടിനകത്ത് നോക്കി എക്സും വൈയും ഉണ്ട്. അപ്പോൾ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സും വൈയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നൊരു ഫംഗ്ഷനാണ്. അപ്പോൾ യു എന്ന് പറയുന്നതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ യു ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിവിടെ യു എന്ന് പറയുന്നതിൻ്റെ യു സ്ക്വയർ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2u. ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡോ യു ബൈ ഡോ എക്സ്. അതുപോലെ വി സ്ക്വയർ 2v, വിയുടെ ഡെറിവേറ്റീവ് ഡോ വി ബൈ ഡോ എക്സ്. ഇതുപോലെ ഈ കിട്ടിയ ഇതിനെ തന്നെ ഒന്നുകൂടെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഡോ സ്ക്വയർ ആവും. ഇപ്പുറത്തെന്ന് പറയുന്നത് 2 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ യു ഡോ യു ബൈ ഡോ എക്സ് ഉണ്ട്. അപ്പോൾ അതിന് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. യു ഫസ്റ്റ് ഫംഗ്ഷൻ കുഴപ്പമില്ല, യു. സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? ഡോ യു ബൈ ഡോ എക്സ്. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒന്നും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ആര്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഉണ്ട് കേട്ടോ. ദെൻ അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ആരാണ്? യു. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഡെറിവേറ്റീവ് ഡോ യു ബൈ ഡോ എക്സ്. ഇതുപോലെ തന്നെ വീലും 2 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി. സെക്കൻഡ് ഫംഗ്ഷൻ ഡോ വി ബൈ ഡോ എക്സ് ആണ്. അതിന് ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുകയാണ്. അപ്പോൾ ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഡോ വി ബൈ ഡോ എക്സ്. ഇനി അടുത്ത ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡോ വി ബൈ ഡോ എക്സ്. ഇത് നോക്കിയേ, ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ എനിക്കിതിനാ? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഞാൻ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 1 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തതിന് പവർ 2 കൊടുത്തു. ആ കിട്ടിയ ആൻസറിന് സ്ക്വയർ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. സിമിലർലി ഞാൻ എഴുതുന്നില്ല, ഇതുപോലെ എഴുതണം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. വിത്ത് റെസ്പെക്ട് ടു വൈയിലാവുമ്പം ഇവിടെ എല്ലാം വൈ വരും. വിത്ത് റെസ്പെക്ട് ടു വൈയിലാവുമ്പോൾ ആദ്യം ഇവിടെ വൈ, ഇവിടെ വൈ, ഇവിടെ വൈ സ്ക്വയർ, ഇവിടെ വൈ സ്ക്വയർ, ഇവിടെ വൈ, ഇവിടെ വൈ, ഇവിടെ വൈ. ഈ എക്സ് എല്ലാം വൈ ആവും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ ഫംഗ്ഷൻ അല്ലല്ലോ തന്നേക്കുന്നത്, എക്സ് ഒന്നും വൈ ഒന്നും അല്ല തന്നേക്കുന്നത്. എക്സിലും വൈയിലുള്ള 2 ഫംഗ്ഷനാണ് യുവും വിയും. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതേ സ്ഥാനം തന്നെ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ കിട്ടുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് വൈ ആവുന്നേ ഉള്ളൂ. ദെൻ ഈ കിട്ടിയ ആൻസറും കൂടെ ഞാൻ കൂട്ടുകയാണ് ഇവിടെ. അതാണ് അടുത്ത് എഴുതിയേക്കുന്നത്. അതാ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? കോമൺ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവരെ എഴുതും. ഈ 2 അങ്ങ് അകത്ത് കൊടുത്തു കഴിഞ്ഞാലേ ഇവിടെ ഒരു 2u ഉണ്ട്, ഇവിടെയും ഒരു 2u ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും അടുത്തടുത്ത് എഴുതി. അടുത്തത് ഇവിടെ ഒരു 2v ഉണ്ട്, ഇവിടെ ഒരു 2v ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെ അടുത്തടുത്ത് എഴുതി. ബാലൻസിനെ ഉള്ളത് 2u സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയറും ഇവിടെ ഒരു 2 ഡോ വി ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയറും ആണുള്ളത്. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് എഴുതി. ദെൻ ഇവിടെ വരുന്നത് 2 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ
അതുപോലെ തന്നെ ഡോ വി ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ. ഇനി ഞാനൊരു കാര്യം പറയാം. ഇതിനെയാണ് മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെയാണ് മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ആരുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്ക്വയർ, 2 മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്ക്വയർ, അങ്ങനെ മൊത്തത്തിൽ 4 മോഡ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്ക്വയർ. ഇനി ഇതിനെ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് അറിയണ്ടേ? ഇതാ നോക്കിക്കോ. എഫ് ഓഫ് ഇസഡ് ആരാണ്? യു പ്ലസ് ഐ വി. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ആരാണ്? അപ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണോ വൈയിലാണോ നോക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണെങ്കിൽ ഇത് യു എക്സ് ഐ വി എക്സ് അല്ലേ? യുവിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ യു എക്സ്, പിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ യു വൈ, യു എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോഡ് ആരാണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. റിയൽ പാർട്ട് ആര്? യു എക്സ്, അപ്പോൾ യു എക്സ് സ്ക്വയർ. ഇമാജിനറി പാർട്ട് ആര്? വി എക്സ്, അപ്പോൾ വി എക്സ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പം യു എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വി എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ പറഞ്ഞേ എഫ് ഡാഷ് ഓഫ് വൈ അല്ലെങ്കിൽ യു വൈയും വി വൈയും കിട്ടും. എഫ് ഡാഷ് എടുക്കുമ്പം യു വൈയും വി വൈയും കിട്ടും. ഇവിടെയും എഫ് ഡാഷ് എടുക്കുമ്പോൾ യു വൈയും വി വൈയും കിട്ടും. അതല്ലേ ഇത്? അപ്പോൾ ഇതും എഫ് ഡാഷ്, ഇതും എഫ് ഡാഷ്. വിത്ത് റെസ്പെക്ട് ഏതാണോ വരുന്നത് അതനുസരിച്ച് വരും. ഇപ്പോൾ ഞാൻ ജനറലായിട്ട് എഫ് ഡാഷ് എന്ന് മാത്രമേ നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളൂ. കാര്യം ഇത് എഫ് ഡാഷ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂട്ടിയിട്ട് 4 മോഡ് എഫ് ഡാഷ് ഓഫ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ.